അരുൺ, നാളെയാണ് സത്യപ്രതിജ്ഞ. അതിനുള്ള ഒരുക്കങ്ങൾ, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട എന്നതാണല്ലോ. അതിൽ ചില പേരുകളൊക്കെ നമ്മൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് സ്പീക്കർ എന്ന നിലയിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗം ആകുന്നില്ല. മറ്റു പേരുകൾ പകരമായി മന്ത്രിസഭയിലേക്ക് വരുന്ന ആളുകൾ എങ്ങനെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അരുൺ, ഉറപ്പിച്ച പേരുകൾ വി ഡി സതീഷിന് പുറമെ മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുള്ള മന്ത്രിയായ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ മന്ത്രിസഭയിൽ എത്തുമ്പോൾ ടി സിദ്ദിഖ് ഇവിടെ നിയുക്ത മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരം കൂടിക്കാഴ്ചകളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായി തന്നെ മന്ത്രിസഭയിലേക്ക് എത്തും. കെ മുരളീധരൻ മന്ത്രിസഭയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം മുൻ കെ പി സി അധ്യക്ഷൻ കൂടിയാണ്. സണ്ണി ജോസഫ് കെ പി സി അധ്യക്ഷൻ നേരത്തെ ആദ്യം തന്നെ മന്ത്രിസഭാ പ്രവേശനം ഉറപ്പിച്ച നേതാക്കളിൽ ഒരാളാണ്. എ പി അനിൽകുമാർ കെ സി ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കെ സിയുടെ എല്ലാ നീക്കങ്ങൾക്കും സംസ്ഥാനത്ത് ചുക്കാൻ പിടിക്കുന്ന നേതാവ് അനിൽകുമാർ മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹവും മന്ത്രിസഭയിൽ ഉറപ്പാണ്. പി സി വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെടുന്ന എ ഗ്രൂപ്പ് നേതാവ്, ഇപ്പോൾ കെ സിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന വിഷ്ണുനാഥും മന്ത്രിസഭയിൽ എത്തുമെന്ന് ഉറപ്പാണ്. ബിന്ദു കൃഷ്ണ ആദ്യ തവണയാണ് ജയിക്കുന്നതെങ്കിൽ പോലും വനിതാ പ്രാതിനിധ്യമായി ഈഴവ പ്രാതിനിധ്യമായും ബിന്ദു കൃഷ്ണ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. എം ലിജുവും ആദ്യം ജയിച്ചു വന്ന കായംകുളത്ത് ജയിച്ച ആളാണ് എം ലിജുവും മന്ത്രിസഭാ പ്രവേശനം ഉറപ്പിച്ചു. ടി സിദ്ദിഖും മന്ത്രിസഭയിൽ എത്തുമെന്ന് ഉറപ്പാണ്. വയനാട് സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ്. അവിടെ ആ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി വേണം എന്ന കടുത്ത ആവശ്യം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ട്. അത് കെ സി വേണുഗോപാൽ പക്ഷ നേതാവായ സിദ്ദിഖിന് മന്ത്രിസഭാ പ്രവേശനം എളുപ്പമാക്കി. ചാണ്ടി ഉമ്മനാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്ന മറ്റൊരു പുതുമുഖം. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് പുതുപ്പള്ളി എം എൽ എയും പിന്നീട് മന്ത്രിസഭയിലേക്കും എത്തുകയാണ് ചാണ്ടി ഉമ്മൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനമാണ് ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ശക്തമായ ആളെണ്ണത്തിൽ കുറവെങ്കിലും പ്രതിപക്ഷം ശക്തമാകും. അതുകൊണ്ട് തന്നെ അവിടെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും യോജിച്ചു പോകാൻ കഴിയുന്ന സംയമനത്തിന്റെ പാത കൂടി വശമുള്ള ഒരു മുതിർന്ന നേതാവ് വേണമെന്ന ചർച്ചയാണ് തിരുവഞ്ചൂരിലേക്ക് എത്തിച്ചത്. എൻ ശക്തന്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ ആകുമെന്ന സൂചന ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാനെ ഈ വി ഡി സതീശൻ ക്യാമ്പിൽ ഏറ്റവും അധികം ആവശ്യപ്പെട്ടത്, വി ഡി സതീശൻ തന്നെ ആവശ്യപ്പെട്ടത് 2 വനിതാ മന്ത്രിമാർ വേണം. അതിലൊന്ന് ഷാനിമോൾ ഉസ്മാൻ ആകണം, വി ഡിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന വനിതാ നേതാവ്. പക്ഷേ ഇപ്പോൾ സമവാക്യങ്ങളും കണക്കുകളും കൂട്ടി വരുമ്പോൾ അവിടെ ഷാനിമോൾ ഉസ്മാനും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. അവരെ പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കറായി അക്കോമഡേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ വി ഡി സതീശൻ ആലോചിക്കുന്നത്. വി ടി ബൽറാമിന്റെ പേരും പരിഗണന ഉണ്ടെങ്കിലും മന്ത്രിസ്ഥാനം ഇതുവരെ ഉറപ്പായിട്ടില്ല. 2 വനിതാ മന്ത്രിമാരാകുന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഷാനിമോൾ ഇല്ലെങ്കിൽ കെ എ തുളസി കൊണ്ടുവരുമ്പോൾ 2 വനിതാ മന്ത്രിമാർ വേണമെന്ന വി ഡി സതീശൻ ആവശ്യമുണ്ടായിരുന്നു. അതുപോലെ ഹൈക്കമാൻഡും അത്തരം നിർദ്ദേശം വെച്ചു. അപ്പോൾ കെ എ തുളസി കൂടി അവിടേക്ക് വരുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇതാണ് കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയോടുകൂടി ചർച്ചകൾ പൂർത്തിയാക്കണം. 2 മണിക്ക് ഗവർണറെ അപ്പോയിന്റ്മെന്റ് തേടിയിട്ടുണ്ട്. 2 മണിക്ക് ഗവർണറെ കണ്ട് മന്ത്രിമാരുടെ പട്ടിക കൈമാറുമെന്നാണ് ഇന്നലെ ദീപാദാസ് മുൻഷി അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വിശദീകരിക്കുമെന്ന് വി ഡി സതീശനും വ്യക്തമാക്കി. ഏതായാലും ഈ കാര്യം കോൺഗ്രസിൽ ഇനി കാര്യമായ തർക്കങ്ങൾക്ക് വഴിയില്ല. പക്ഷേ പരമാവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പാകെ ഉള്ളത്. വകുപ്പുകളുടെ കാര്യത്തിൽ അത്തരം ചർച്ചകൾ നടന്നു വരുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസ് എടുക്കുമ്പോൾ സ്വാഭാവികമായും വി ഡി സതീശൻ ധനവകുപ്പ് തന്നെ എടുക്കും. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ഇവിടെ ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുന്ന അവസ്ഥയാണെന്ന വിമർശനം പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ ധനവകുപ്പ് ഏറ്റെടുക്കാനാണ് ഇപ്പോൾ ആലോചന. ലീഗുകളുടെ വകുപ്പുകളുടെ കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഒരുപക്ഷെ ലീഗിന് തന്നെ നൽകിയേക്കും. പകരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കും. പി സി വിഷ്ണുനാഥാകും അവിടെ ആ വകുപ്പിലേക്ക് വരിക. വി ഡി സതീശൻ ധനവകുപ്പിൽ എത്തും. രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വകുപ്പിലും എത്തും. റവന്യൂ വകുപ്പ് കേരള കോൺഗ്രസ് അടക്കം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവിടെ കെ പി സി അധ്യക്ഷൻ കൂടിയ സണ്ണി ജോസഫിന് വകുപ്പ് നൽകാനാണ് സാധ്യത. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. എ പി അനിൽകുമാറിനും വളരെ പ്രധാനപ്പെട്ട വകുപ്പ് വേണം. അങ്ങനെ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. സഹകരണ വകുപ്പ് കോൺഗ്രസ് ഇത്തവണ ഏറ്റെടുത്ത് അത് അവിടേക്ക് എം ലിജുവിനെ കൊണ്ടുവരാനാണ് ആലോചന നടത്തുന്നത്. എം ലിജു സഹകരണത്തിനൊപ്പം എക്സൈസ് വകുപ്പ് കൂടി അദ്ദേഹം നൽകിയേക്കും. ലിജു അതിലൊരു എതിർപ്പ് അറിയിച്ചു എന്നതരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എക്സൈസ് സഹകരണ വകുപ്പുകളാകാം എം ലിജുവിന് ലഭിക്കുക.
PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയിലേക്കാകാം വരാൻ പോകുന്നത്. അത്തരം നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് എത്തുകയാണെങ്കിൽ പക്ഷേ SC/ST വകുപ്പ് നൽകിയേക്കും. എങ്കിൽ AP അനിൽകുമാറിന് കുറച്ചുകൂടി മികച്ച വകുപ്പുകൾ നൽകാനാണ് സാധ്യത. കെ മുരളീധരൻ നേരത്തെ ദേവസ്വം അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുകൾ പറഞ്ഞു കേട്ടെങ്കിൽ അദ്ദേഹത്തെ വൈദ്യുതി വകുപ്പിലേക്ക് പരിഗണിക്കാനാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. ബിന്ദു കൃഷ്ണ ചാണ്ടി ഉമ്മൻ സ്വാഭാവികമായും യുവജനകാര്യ വകുപ്പിലേക്ക് സ്പോർട്സ് യുവജന വകുപ്പ് മന്ത്രിയാകാൻ സാധ്യതയേറെയും. ബിന്ദു കൃഷ്ണയ്ക്കും മറ്റുള്ള നേതാക്കളുടെയൊക്കെ വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുകയാണ്. ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകുകയും ചെയ്യും. പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ളവ ലീഗ് നേരത്തെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്, അത് അവർക്ക് തന്നെ നൽകും. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം IT വകുപ്പുകളുടെ മന്ത്രിയായി വരാനാണ് സാധ്യത. അദ്ദേഹം നേരത്തെയും സംസ്ഥാനത്ത് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. KM ഷാജിക്ക് PWD ആകാം മന്ത്രിസഭയിൽ ലഭിക്കാൻ പോകുന്ന വകുപ്പ്. AK അഷ്റഫ് ഉൾപ്പെടെയുള്ളവരെയും പരിഗണിച്ചെങ്കിലും അവസാന നിമിഷം അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ശക്തമായി അവിടുത്തെ MP അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ലീഗ് നേതൃത്വത്തിനും അവിടെ വലിയ വിജയം, CPM കോട്ടകൾ പോലും ഇളക്കിക്കൊണ്ടുള്ള വിജയം നൽകിയ കാസർഗോഡ് ഒരു മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തമാണ്. VT ബലറാം ഇപ്പോൾ ഇവിടേക്ക് വരികയാണ്. അങ്ങനെ നേതാക്കൾ ഓരോരുത്തരായി മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുകയാണ്. എഡ്യൂക്കേഷൻ പോർട്ട്ഫോളിയോ N ശംസുദ്ദീൻ തന്നെയായിരിക്കും. N ശംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യും. ആ രീതിയിലാണ് ഇപ്പോൾ അവിടെ ചർച്ചകൾ പോകുന്നത്. തദ്ദേശ വകുപ്പ് പാറക്കൽ അബ്ദുള്ളയ്ക്കാകും ലീഗ് നൽകുക. ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചർച്ചകൾ ഈ ഘട്ടത്തിലും പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് ഘടകകക്ഷികളുമായി ഒരു കൂട്ടായ ചർച്ചയായിരിക്കില്ല, വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി അവരുടെ തർക്കങ്ങൾ കേരള കോൺഗ്രസ് ഒക്കെ ഇപ്പോഴും കടുത്ത അതൃപ്തി തുടരുകയാണ്. കേരള കോൺഗ്രസിനെ അവർക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. പക്ഷേ നിലപാട് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. മാണി സി കാപ്പനും കടുത്ത അതൃപ്തിയിലാണ്. 2.5 വർഷം അനൂപ് ജേക്കബുമായി മന്ത്രിസ്ഥാനം പങ്കിടണമെന്നാണ് കാപ്പനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കാപ്പൻ അതിൽ കടുത്ത അതൃപ്തിയുണ്ട്. അല്പസമയം അദ്ദേഹം പട്ടം ബിഷപ്പ് ഹൗസിൽ കർദിനാൾ ക്ലിമ്മീസ് കാതോലിക്ക ബാവ അടക്കമുള്ളവരെ കാണാൻ എത്തിയിരുന്നു. അവിടെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും സഭാ നേതാക്കളെ കാണാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും പലതരത്തിൽ സമ്മർദ്ദങ്ങളിലൂടെ വകുപ്പുകളുടെ കാര്യത്തിലും ഘടകകക്ഷികൾ കോൺഗ്രസിനെ സമ്മർദ്ദപ്പെടുത്തുകയാണ്. പക്ഷേ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മന്ത്രിമാരുടെ വകുപ്പുകളടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാനാകുന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിർണായകമാകുന്ന ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിലെ മന്ത്രിമാരുടെ ഒരു അന്തിമ പട്ടിക, അതിലേതാണ്ട് 8 പേരുടെ പേരുകൾ ഉറപ്പിക്കാവുന്ന തരത്തിലാണെങ്കിൽ മറ്റു ചില മാറ്റങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് സ്പീക്കർ എന്ന നിലയിൽ ആര് എത്തുന്നു എന്നത്, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ ആർക്ക് പരിഗണന ലഭിക്കും, അങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസിൽ നിന്നെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മറ്റെന്തെല്ലാം പദവികൾ, ഇത്തരം ചർച്ചകൾ ആണ് അതിൻ്റെ ഒരു അന്തിമ ഫോർമുലയിലേക്ക് എത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട മാരത്തൺ ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.